എന്റെ പൊന്നുമക്കളെ ഒടുക്കത്തെ ടേസ്റ്റ് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കണമെന്ന്. അതിനായിട്ട് ഞാൻ ഈ 3 സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. മുന്നേ വെച്ച ഡ്രീം കേക്കിന്റെ പാത്രത്തിൽ മോള വളയമാലയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. എനിക്ക് പണ്ടേ ഇങ്ങനത്തെ പാത്രങ്ങൾ ഒരു വികാരമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കും, എന്നിട്ട് വളയമാലയൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ ഹോബി? ചെറുപ്പത്തിലെ എനിക്ക് കേക്കിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൊച്ചാവുമ്പോൾ വാനിലയും ചോക്ലേറ്റും, അതിൽ കൂടുതൽ ഞാൻ വേറെ കേക്കിനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും അതൊരു നൊസ്റ്റാണ്. പക്ഷെ കേക്കുകൾ പോയി പോയി ഇപ്പൊ ഡ്രീം കേക്കിൽ അങ്ങ് എത്തി. എന്നാ പിന്നെ അത് നമുക്ക് ട്രൈ ചെയ്തൊക്കെയാണല്ലോ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെയും ഡ്രീം കേക്ക് ഉണ്ടാക്കാന്നേ. കുഞ്ഞിലെ എന്റെ ബർത്ത്ഡേക്ക് അല്ല, പക്ഷെ എന്റെ അനിയത്തിമാരുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ ഒരു ചെറിയ പീസ് കിട്ടും. അതായിരുന്നു അന്നത്തെ കേക്കിന്റെ ഓർമ്മ. നമ്മുടെ കേക്ക് ഇപ്പൊ ഫൈനൽ സ്റ്റേജിലെത്തി. ചോക്ലേറ്റ് കേക്കും വാനില കേക്കും 2 ലെയർ ആയിട്ട് വെച്ച് കൊടുത്തു. അതിന്റെ മുകളിൽ കുറച്ച് മഞ്ച് പൊടിച്ചിട്ട് കൊടുത്തേ. ഇപ്പൊ എന്റെ സ്വന്തം ഡ്രീം കേക്ക്, അതായത് എന്റെ റെസിപ്പി ഫൈനൽ സ്റ്റേജിൽ എത്തി കേട്ടോ. സത്യത്തിൽ ഫ്രഷ് ക്രീമോ മിൽക്കോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അത് ക്രീമി ആവും. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ടേസ്റ്റ് ആയി ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ചോക്ലേറ്റിന്റെയും അതുപോലെ ഡയറി മിൽക്കിന്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മെൽറ്റ് ആയി വരുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.